ഹലോ, പാറൂസ് ടീസ്പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ബോൺ ബേബീസിൻ്റെ അമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വയറ് നിറഞ്ഞു എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, കുഞ്ഞിന് വിശന്നാൽ കുഞ്ഞ് കരയും അല്ലേ, കുഞ്ഞ് കരയും അല്ലെങ്കിൽ വായിൽ കൈയൊക്കെ വെച്ച് കാണിക്കും. അവന് വിശക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ അവൻ്റെ വയറ് നിറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വയറ് നിറയുന്നത് നമ്മൾ അറിയാണ്ട് പിന്നെയും നമ്മൾ കുഞ്ഞിന് പാലൂട്ടുകയാണെങ്കിൽ കുഞ്ഞിന് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞെന്താ നിർത്താണ്ട് കരയും, കുഞ്ഞ് ഇറിറ്റേറ്റഡ് ആവും, അതുപോലെ തന്നെ കുഞ്ഞിന് ഗ്യാസ് പ്രശ്നങ്ങളുണ്ടാവും, കുഞ്ഞ് ഛർദ്ദിക്കാൻ അല്ലെങ്കിൽ ഓക്കാനം കാണിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് മാത്രമല്ല കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങിയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ വയറ് നിറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ലക്ഷണങ്ങളാണ് കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞാൽ കുഞ്ഞ് പ്രകടമാക്കുന്നതെന്ന്. ആദ്യത്തെ ലക്ഷണം ഇതാണ്, നമ്മുടെ കുഞ്ഞിന് നല്ല രീതിയിൽ വിശക്കുന്ന സമയത്ത് കുഞ്ഞ് സക്ക് ചെയ്യുന്ന രീതി. അതായത് പാല് കുടിക്കുന്നത് ഭയങ്കര ആവേശത്തോടു കൂടിയായിരിക്കുള്ളൂ. നിപ്പിൾ സക്ക് ചെയ്യുന്നത് ഭയങ്കര ആവേശത്തോടു കൂടി കുടിക്കുകയും നിപ്പിൾ സക്ക് ചെയ്യും, അതുപോലെ തന്നെ ഇറക്കുകയും ചെയ്യും. പിന്നെ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞെന്ത് ചെയ്യും, അത് തുടർച്ചയായിട്ടുള്ള ആ ഒരു ആവേശത്തോടു കൂടിയുള്ള സക്കിങ് പരിപാടി നിർത്തുകയും പിന്നീട് പതിയെ മറ്റെന്തെങ്കിലും ശ്രദ്ധിച്ചിട്ട് പതിയെ കുടിക്കാൻ നോക്കുക. ചിലപ്പോൾ അത് വായിൽ വെച്ചുകൊണ്ടിരിക്കുക, കുടിക്കില്ല. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമുക്കറിയാവുന്നതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ വിശന്നിട്ട് അവർ പാല് കുടിക്കുകയാണെങ്കിൽ അവരുടെ ഫുൾ ശ്രദ്ധ എന്ന് പറയുന്നത് വിശപ്പ് തീർക്കാനായിട്ടായിരിക്കുള്ളൂ അല്ലേ. ഫുൾ ശ്രദ്ധ അത് കുടിക്കാനായിട്ട് മാത്രമേ വരികയുള്ളൂ അവർ കാണിക്കുക. എങ്കിൽ അവരുടെ പാല് കുടി അല്ലെങ്കിൽ അവർക്ക് തൃപ്തിയായിട്ടുണ്ടെങ്കിൽ, അവരുടെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും, ചുറ്റിനുമുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പതിയെ തിരിക്കും. അപ്പോൾ അങ്ങനെ ശ്രദ്ധ തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുഞ്ഞിൻ്റെ വയറ് ഏറെക്കുറെയൊക്കെ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത്, ചില പാവന്മാർ കുടിച്ചുകൊണ്ടിരിക്കാതെ തന്നെ ഉറങ്ങും. അപ്പോൾ അങ്ങനെ ഉറങ്ങി പോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തട്ടി വിളിക്കേണ്ട കേട്ടോ. ചിലപ്പോൾ അവൻ്റെ വയറ് നിറഞ്ഞിട്ടായിരിക്കുള്ളൂ അവന് കിടക്കുന്നത്. ചിലപ്പോൾ വയറ് നിറയാത്ത കുഞ്ഞുമാവാണെങ്കിൽ അധികം നേരം അവന് ഉറങ്ങാനും പറ്റൂല. പിന്നെ അടുത്തതായിട്ട് അവൻ്റെ വയറ്റിലേക്ക് പാലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നിപ്പിളിന് ഒരു കട്ടി ഉണ്ടാവും. നമുക്കറിയാവുന്നതാണ്, ബ്രസ്റ്റിൽ പാല് നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രസ്റ്റ് നല്ല കട്ടിയോടുകൂടിയും കനത്തോടു കൂടിയിരിക്കും. ചിലപ്പോൾ നമുക്കൊരു ചെറിയ വേദന ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കുഞ്ഞ് അത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ നിപ്പിള് നിപ്പിളല്ല ബ്രസ്റ്റ് അയയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞു എന്ന് തോന്നുമ്പോൾ നമ്മൾ ഫീഡിങ് നിർത്തിയാൽ അല്ലെങ്കിൽ നിപ്പിൾ മാറ്റിക്കഴിഞ്ഞാലും കുഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അല്ല, അവൻ്റെ വയറ് നിറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ കിടന്ന് കരയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതെ ഇരിക്കുന്നത്. ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത്, പിന്നെയും നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്കാൻ നോക്കുമ്പോൾ കുഞ്ഞിന് അതിന് ഇൻട്രസ്റ്റ് കാണിക്കില്ല. കഴിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കുഞ്ഞ് കാണിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ കുഞ്ഞിനെ പാലൂട്ടാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുക, നമ്മുടെ കുഞ്ഞിൻ്റെ വയറ് സാധാരണയിൽ നിന്നും ഒന്ന് വീർത്ത് വന്നിട്ടുണ്ടോ. നമുക്കറിയാവുന്നതല്ലേ, നമ്മുടെ കുഞ്ഞിൻ്റെ വയറ് ചുങ്ങിയിരിക്കും പാലില്ലാണ്ട് കിടക്കുമ്പോൾ സമയത്ത് അല്ലേ. ഒരു മൂത്രമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുഞ്ഞിൻ്റെ വയറ് ഒന്ന് ചുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നന്നായിട്ട് വീർത്തിരിക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞിൻ്റെ വയറിരിക്കുന്നു എങ്കിൽ അത്രയും മതി കുഞ്ഞിന് വിശപ്പ് കേട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അധികമായിട്ട് നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്താലും ബുദ്ധിമുട്ട് തന്നെയാണ്, തീരെ ഫീഡ് ചെയ്യാതിരുന്നാലും കുഞ്ഞിന് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് രണ്ട് കാര്യവും നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നല്ലൊരു ഇൻഫോർമേഷൻ തന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരണവരെ ടാറ്റാ.